ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ചെമ്മീൻ ബ്രോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മക്കളുടെ എല്ലാം ഫേവറേറ്റാണ്. നിങ്ങൾ ആരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പം ഉണ്ടാക്കാം. ചിക്കൻ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ ചെമ്മീൻ പ്രൗൺസിൽ ഇത് ചെയ്യുമ്പോൾ ഉഗ്രൻ ടേസ്റ്റാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോട്ട് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ അതിന് ഞാനൊരു സിമ്പിൾ ടെക്നിക്കെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. എന്നിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, 2 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ സോയാ സോസ്, എരിവിന് കുറച്ച് മുളക് പൊടി, കളറും കിട്ടും. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. ഇനി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര വ്യത്യാസമായിരിക്കും അതിൻ്റെ റിസൾട്ട്. നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു സിപ്പ് ലോക്ക് ബാഗ് എടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഒരു പ്ലാസ്റ്റിക് കവറായാലും മതി. അതിലേക്ക് നമ്മൾ ഒരു മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഓൾറെഡി വെറ്റാവും പ്രോൺസ്. അപ്പോൾ അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് മുഴുവനും ഇട്ട് കൊടുക്കല്ലേ, അതിൻ്റെ നമ്മളെടുത്ത മൈദയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ സിബ് ക്ലോസ് ചെയ്തിട്ട് നന്നായി ഷേക്ക് ചെയ്യുക. അപ്പോൾ മൈദ ഫുൾ അതിൽ കോട്ടായി കിട്ടും. അപ്പോൾ ഈസിയാണ്. നമുക്ക് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വേറെ ഒരു പാത്രത്തിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് ചെയ്തെടുത്തു. ഇനി 1-2 എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി, എടുത്ത് യോജിപ്പിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. ഇനി ഈ ഓരോ പ്രൗൺസ് എടുത്തിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ഇതേപോലെ ആ സിപ്പ് ലോക്ക് ബാഗൊക്കെ തന്നെ ആ മൈദയുടെ കൂട്ടിക്ക് തന്നെ നമ്മളിടുക. നേരത്തെ ചെയ്ത പോലെ മിക്സ് ചെയ്യുക, വീണ്ടും ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, എന്നിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ സെക്കൻഡ് കോട്ടിങ്ങും ആയി. ഇനി നമ്മൾ ഫൈനൽ കോട്ടിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള എഗ്ഗിൽ നമ്മൾ ഒന്നും കൂടെ ഇത് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത്തവണ നമ്മൾ ബ്രെഡ് ക്രംസിലാണ് റോൾ ചെയ്യുന്നത്. ഇതെല്ലാം ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് മൈദയുടെ കൂട്ട് തന്നെ റോൾ ചെയ്യാം. അത് രണ്ടും 2 ടെക്സ്ചർ ആയിരിക്കുന്നേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. രണ്ടിൻ്റെയും ഫോട്ടോ ഞാൻ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ഇതിൽ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി ഇത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്ര ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ബ്രോസ്റ്റ് റെഡിയായി. ചൂടോടെ തന്നെ മയോണൈസോ സോസോ വെച്ച് കഴിക്കാം. അപ്പോൾ ബ്രോസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ബ്രോസ്റ്റ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതാണ് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്ചറായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, താങ്ക്